ജയസൂര്യൻ ചേട്ടാ, ആ നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ തന്നെ പറഞ്ഞതാണ്. ക്ഷമിക്കണം, ഒരു പ്രധാനപ്പെട്ട ജഡ്ജി, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വി.ആർ. കൃഷ്ണയ്യർ, അദ്ദേഹമാണിത് ആദ്യം പറഞ്ഞത്. മറ്റു പലരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ വിചാരണ തടവുകാരായിട്ട് നിരവധി പേർ ജാമ്യം ലഭിച്ചിട്ടും പുറത്തു പോകാനാകാതെ കിടക്കുന്നു. അതുപോലെ തന്നെ കാലാവധി പൂർത്തിയാക്കി, തടവ് ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കിയവർ പുറത്തു പോയാൽ അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല, അവർക്ക് അന്തിയുറങ്ങാൻ ഇടമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. എന്താണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഇക്കാര്യത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇതിൻ്റെ എന്തെങ്കിലും കണക്കുകൾ ലഭ്യമാണോ? ഇത് എത്ര ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട് അല്ലെങ്കിൽ നീതി വൈകി ഇങ്ങനെ എത്ര ആൾക്കാർ ജയിലുകളിൽ കഴിയുന്നുണ്ട്? എന്താണ് അങ്ങേക്ക് ഇതൊന്ന് വിശദീകരിക്കാം? അതായത് ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന ഒരു അർത്ഥവാക്യം തന്നെ നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയിലുണ്ട്. അതായത് വൈകിപ്പിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് എന്ന്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു വാക്യം രൂപം കൊള്ളുന്നത് വിദേശത്താണ്, ഭാരതത്തിലല്ല. ഞാൻ അതുകൊണ്ട് പറയല്ല. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചും ഇന്ത്യയിലെ പല പോരായ്മകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവഗണിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്, ഒരു കണക്കുണ്ട്. അതായത് അമേരിക്കയിൽ അങ്ങനെയാണ്, ബ്രിട്ടനിൽ അങ്ങനെയാണ്, ജർമ്മനിയിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെയാണ്, ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് പാടില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ ഒരു അമേരിക്കയുടെ ജനസംഖ്യയായി. കർണാടകത്തിന്റെ ഒപ്പം ജനസംഖ്യ ഉള്ളൂ ബ്രിട്ടനില്, അതുപോലെ മഹാരാഷ്ട്രയുടെ ഒപ്പം ജനസംഖ്യ ഉള്ളൂ ജപ്പാനില്, തമിഴ്നാട്ടിലെ ഒപ്പം ജനസംഖ്യ ഉള്ളൂ ജർമ്മനിയില്. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യയാണ് ലോകത്തെ വമ്പൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന നമ്മൾ കൊട്ടിഘോഷിക്കുന്ന രാജ്യങ്ങളുടെ ജനസംഖ്യ. വളരെ ചെറിയ ജനസംഖ്യ. മാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമാകുന്നേ ഉള്ളൂ. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 500 കൊല്ലം ആകുക. മറ്റു രാജ്യങ്ങളുടെ സ്ഥിതിയും അത് തന്നെയാണ്. അപ്പോൾ നൂറുകണക്കിന് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി സ്വാതന്ത്ര്യത്തിലൂടെ ഡെവലപ്മെന്റ്സിലേക്ക് വന്ന രാജ്യങ്ങളെ എടുത്തു വെച്ച് ഇന്ത്യയോട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ സംഖ്യയാണ് എന്ന് നമുക്ക് തോന്നുന്നു. അതായത് തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും ആസ്ട്രേലിയയിലെയും മുഴുവൻ രാജ്യങ്ങളെയും കൂടി ഒന്നിച്ചു കൂട്ടിയാൽ 96 രാജ്യങ്ങൾ വരും. ലോകത്തെ ആകെ രാജ്യങ്ങളുടെ ഏതാണ്ട് പകുതിയോളം വരും. ഈ 4 മഹാഭൂഖണ്ഡങ്ങളിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ജനസംഖ്യയാണ് ഇന്ത്യൻ ജനസംഖ്യ. അപ്പോൾ ഇന്ത്യ എത്രയോ വലിയൊരു രാജ്യമാണ്. അപ്പൊ ഇവിടുത്തെ നീതിന്യായ സംവിധാനം കാലഹരണപ്പെട്ടതും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതുമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കോൺഗ്രസ് കാലഘട്ടങ്ങളിൽ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ തയ്യാറായി. ഇപ്പോൾ BJP ഗവൺമെന്റ് വന്നപ്പോൾ ഭാരതീയ ന്യായ സംഹിത ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ കോടതിയിലെ നടപടിക്രമങ്ങൾ ഇപ്പോഴും ഡിജിറ്റലൈസ് ചെയ്യാനോ കമ്പ്യൂട്ടറൈസ് ചെയ്യാനോ മടിച്ചു നിൽക്കുമ്പോൾ ഭാരതത്തിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് കമ്പ്യൂട്ടറൈസ് ചെയ്ത് സുതാര്യ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വമ്പൻ ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്ത് ഈ മാറ്റങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം എതിർപ്പുകളാണല്ലോ കൂടുതലും. പക്ഷെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ IPC CRPC ഒക്കെ തന്നെ മാറ്റി എഴുതിക്കൊണ്ടും കോടതി നടപടിക്രമങ്ങളെ മാറ്റിക്കൊണ്ടും ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വേഗത്തിൽ ഫലിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആശങ്കാവഹമായ രീതിയിലേക്ക് ഇത് കടന്നിട്ടില്ല എന്നറിയാം. അതായത് കഴിഞ്ഞ 1 വർഷത്തിൽ താഴെ കാലാവധിയിൽ കെട്ടിക്കിടക്കുന്ന സിവിൽ കേസുകൾ, ആകെയുള്ള കേസുകളുടെ 27% സിവിൽ കേസുകളും, അതുപോലെ തന്നെ ക്രിമിനൽ കേസുകൾ 73%. അതുപോലെ 1 വർഷം മുതൽ 3 വർഷം വരെ കെട്ടിക്കിടക്കുന്ന സിവിൽ കേസുകൾ 25%, ക്രിമിനൽ കേസുകൾ 75%. 3 വർഷം മുതൽ 5 വർഷം വരെ സിവിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് 24%. എന്നാൽ ക്രിമിനൽ കേസുകൾ 76%. 5 വർഷം മുതൽ 10 വർഷം വരെ 22% സിവിൽ കേസുകൾ താമസിക്കുമ്പോൾ, ഡിലേഡ് ആകുമ്പോൾ 78% ക്രിമിനൽ കേസുകൾ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. അതുപോലെ 5 വർഷം മുതൽ 10 വർഷം വരെ 19% സിവിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നു.
അതുപോലെ ക്രിമിനൽ കേസുകൾ 81%. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതൊരു വലിയ സംഖ്യ അല്ലേ, വലിയ ശതമാനമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ സിവിൽ കേസുകൾ നോക്കൂ, വളരെ കുറവാണ്. 19, 22, 24, 25 ഒക്കെ ഉള്ളൂ. എന്നാൽ ക്രിമിനൽ കേസുകൾ 73 മുതൽ 81 വരെയുണ്ട്. കാരണം ക്രിമിനൽ കേസുകളാണ് സ്വാഭാവികമായിട്ടും കൂടുതലുള്ളത്. മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ക്രിമിനൽ കേസായി. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന നിസാര കാര്യങ്ങൾ, സ്പീഡ് കൂടി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കേസിന്റെ എണ്ണം അങ്ങോട്ട് വർദ്ധിപ്പിക്കുക. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കേസുകളുടെ എണ്ണം അതിൽ വരും. അതുകൊണ്ടാണ് ഈ ശതമാനക്കണക്ക് വലുതായിട്ട് വർദ്ധിക്കുന്നത്. എന്ന് കരുതി വലിയ കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ അക്രമങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടക്കൊലകൾ, തീവെപ്പ് കേസുകൾ, ഇങ്ങനെയൊക്കെയുള്ള നോക്കുമ്പോൾ വളരെ ചുരുക്കമായിരിക്കാം. കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ ഒക്കെ വളരെ തുച്ഛമായിരിക്കാം. പക്ഷെ നമ്പർ ഓഫ് ക്രിമിനൽ കേസസ് എന്ന് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുസ്ഥലങ്ങളിൽ ശല്യമുണ്ടാക്കി, മൈക്ക് വെച്ച് കെട്ടി, അല്ലെങ്കിൽ പ്രകടനം നടത്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സീബ്ര ലൈൻ ക്രോസ് ചെയ്തില്ല, ഇതെല്ലാം നമ്പറിൽ വരും. അപ്പോൾ ആ നമ്പർ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ 145 കോടി ജനങ്ങളുടെ എണ്ണം വെച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് കടന്നുപോയി അപകടകരമാണെന്ന് ആശങ്കപ്പെടാനൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ 1-2 കാര്യങ്ങൾ പെടുത്താം. ഏതാണ്ട് 5 കോടി കേസുകളാണ് കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം, ഈ വലിയ വലിയ കൊടും പാതകങ്ങൾ ചെയ്ത്, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത്, വെട്ടുക, കുത്തുക, കൊലപാതകം ഒക്കെ ചെയ്ത് ജയിലിൽ കയറി പിന്നീട് പോലീസ് കാപ്പയൊക്കെ ചുമത്തി ജയിലിലാക്കുന്നു. അങ്ങനെയുള്ളവർ കുറേ കാലം ജയിലിൽ കിടന്നതിന് ശേഷം, അതായത് അവർ വിചാരണ തടവുകാരായിട്ടല്ല, കരുതൽ തടങ്കലിൽ വെക്കുന്നു അവരെ. പക്ഷെ അവരൊരു നിശ്ചിത കാലം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുന്നു, വീണ്ടും അവർ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് സത്യത്തിൽ ഒരു വലിയ നമ്മുടെ സാധാരണ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. ഇത്രയും കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് നിലനിൽക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സമാധാനമുണ്ടാക്കാൻ, പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൽ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും ഒക്കെ ഒരുപോലെ പങ്കില്ലേ വാസ്തവത്തിൽ? തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ റിഫോംസ് ഇന്ത്യയിൽ ആവശ്യമാണ് എന്നുള്ളതിന്റെ വസ്തുതകളാണ് ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ നമ്മുടെ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന സിവിൽ കേസുകൾ എടുത്താൽ 1,89,31,037 കേസുകൾ. ക്രിമിനൽ കേസുകൾ 3,45,24,443 ക്രിമിനൽ കേസ്. രണ്ടും കൂടി ചേർത്താൽ 4,54,55,480 കേസുകളാണ് ഇന്ത്യയിലെ കോടതികളിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത്. ഇത് വലിയൊരു സംഖ്യ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും വലിയ സംഖ്യ തന്നെയാണ്. മാത്രമല്ല ഈ വിചാരണ തടവുകാരും വിചാരണ കാത്തുകഴിയുന്ന തടവുകാരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംഖ്യയും നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല, വലിയ സംഖ്യയാണ്. പുറത്തു വരുന്ന ആൾക്കാർ ചെയ്യുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അതും വലിയ സംഖ്യ തന്നെയാണ്. ഇപ്പോ ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടി പുറത്തു വന്നു, കോടതിക്കെതിരെ പരാമർശം നടത്തി, അവസാനം കോടതി ചെവിക്ക് പിടിച്ച് തൂക്കി അടുത്ത് അകത്തിടും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അത് അദ്ദേഹം തീരെ ഒരു ക്രിമിനൽ ആയതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനങ്ങളെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്, ഒരു നിർഭയമായ ഒരു അവസ്ഥയുണ്ട്. നേരെ മറിച്ച് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കർശനമാക്കുകയും കോടതിയുടെ നടപടിക്രമങ്ങൾ കണ്ടമാനം ജനാധിപത്യവൽക്കരിക്കാതെ കുറെ കൂടി റിജിഡ് ആക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യർക്ക് കുറെ കൂടി ഒരു ബഹുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ തലവെട്ടി, കൈവെട്ടി, കാലുവെട്ടി കളയണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും കുറ്റകൃത്യങ്ങളിലെ ശിക്ഷ എന്ന് പറയുന്നത് തമാശയല്ല എന്നുള്ള ഒരു ബോധം, ഒരു ഗൗരവം വേണം. ഇതിപ്പോ ബോബി ചെമ്മണ്ണൂർ എന്താ പറഞ്ഞ്, ജാമ്യം കിട്ടി പൊക്കോളാൻ പറയുമ്പോ ഞാൻ പോകുന്നില്ല, ഇതിനകത്തുള്ളവരെ മുഴുവൻ രക്ഷിച്ചോണ്ടേ ഞാൻ പുറത്തോട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് മീഡിയയുടെ മുമ്പിൽ ആള് കളിക്കാൻ നല്ലതാണെങ്കിലും അവസാനം കോടതി തൂക്കിയെടുത്ത് അകത്തിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം ഉണ്ടതെന്ന് കൊതുക് കടിക്കുമ്പോഴേ അതിന്റെയൊക്കെ ഗൗരവം മനസ്സിലാവും. ആ തരത്തിലാണ് ഇന്ന് നിയമത്തെ കാണുന്നത്. അതുകൊണ്ട് നിയമത്തോടുള്ള ഒരു ഗൗരവവും സീരിയസ്നെസ്സും രാജ്യത്തെ നിയമം അനുസരിക്കാനുള്ള പൗരബോധവും നമുക്ക് വളർത്തേണ്ടതായിട്ടുണ്ട്. ജുഡീഷ്യൽ റിഫോംസ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. പക്ഷെ ആ ജുഡീഷ്യൽ റിഫോംസിലേക്ക് വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് പോലെ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളാണ് എന്ന് ഓർക്കണം. ഞാൻ തിരിച്ചു വരാം. നമ്മൾ ഈ കാപ്പ ചുമത്തിയ പ്രതികൾ പലരും
അവരുടെ ഒരു കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇത് പരിഹരിക്കാൻ ജുഡീഷ്യറിയെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. ജുഡീഷ്യറിക്ക് അതിന് പരിമിതികളുണ്ട്. പക്ഷേ ഈ ജുഡീഷ്യറിയുടെ വിധി നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഉത്തരവുകൾ നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവിന് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതൊന്നും നടക്കുന്നില്ല? ഇത്തരം കാപ്പ ചുമത്തി അകത്താക്കപ്പെട്ട് കരുതൽ തടങ്കലിൽ കഴിയുന്ന 6 മാസമോ 1 കൊല്ലമോ ഒക്കെ കരുതൽ തടങ്കലിൽ കഴിയുന്ന ഒരാൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ അക്രമിയായി അല്ലെങ്കിൽ കുറ്റവാളിയായി മാറുകയാണ്. ഇതെന്തുകൊണ്ടാണ്? ഇത് സിസ്റ്റത്തിൻ്റെ വീഴ്ചയല്ലേ? ഇത് ഒരിക്കലും സിസ്റ്റത്തിന്റെ വീഴ്ചയല്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വീഴ്ചയാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കണ്ണൂർ ജില്ലയിലെ ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ നാട്ടിലെ വീരതാരങ്ങളാക്കി അവരെ മാറ്റുക. അവരെ ജയിലിൽ നിന്ന് സ്വീകരിക്കുന്നു, ഘോഷയാത്ര നടത്തുന്നു, പടക്കം പൊട്ടിക്കുന്നു, അവസാനം വലിയ സ്റ്റേജിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ ഒരുക്കുന്നു. അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ തടിച്ചു കൂടുന്നു. അപ്പൊ ജയിലിൽ പോയി കുറ്റവാളിയായി ജയിലിൽ പോവുകയും അവിടെ നിന്ന് കുറ്റ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കിട്ടാത്ത വലിയ സ്വാതന്ത്ര്യവും അംഗീകാരവും അവർക്ക് കൊടുക്കുന്നു. ആരാ കൊടുക്കുന്നത്? ഇത് കോടതിയല്ല കൊടുക്കുന്നത്. കോടതിയല്ല, എക്സിക്യൂട്ടീവും അല്ല, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അപ്പൊ അത്തരം പൊളിറ്റിക്കൽ സംസ്കാരമാണ് കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നതും അവരെ രാഷ്ട്രീയ നേതാക്കന്മാരാക്കി മാറ്റുന്നതും അവര് ദൈവിക പരിഭാഷത്തോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്രിമിനലുകൾക്ക് വലിയ വീരപരിവേഷം കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സ് മാറ്റാത്തിടത്തോളം കാലം ഇവരിത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ശിക്ഷിക്കേണ്ടത് അത്തരം രാഷ്ട്രീയ പാർട്ടികളെയാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഈ നമ്മുടെ കോടതികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും ഗൗരവവുമായി മാറട്ടെ. കുറ്റവാളികൾക്ക് യഥാകാലം ശിക്ഷ ലഭിക്കട്ടെ. നിരപരാധികൾ വൈകാതെ, അവരൊട്ടും തന്നെ തടവിൽ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കാതെ അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് അതിൻ്റെ വേദന അനുഭവിക്കാതെ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി ലഭിക്കട്ടെ. നിരപരാധികളാണെങ്കിൽ ഇതിന് നമ്മുടെ രാജ്യത്ത് അവസരമുണ്ടാകട്ടെ. എന്തായാലും ഈ കേന്ദ്ര സർക്കാർ നിരവധി പരിഷ്കാരങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് കോടതിയുമായിട്ട് ചേർന്ന് കൂടുതൽ അത് വിപുലപ്പെടുത്തി എല്ലാം വളരെ പെട്ടെന്ന് വിചാരണ നടത്തി എല്ലാ കേസുകളിലും വിധി പറയാനുള്ളൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ. അതുപോലെ ഈ കരുതൽ തടങ്കലിൽ വെക്കുന്നവരെ വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുകയും അവരെയും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരെയും വീരപരിവേഷം നൽകി വലിയ ബഹുമാനവും ആദരവും കൊടുക്കാതിരിക്കാൻ നമ്മുടെ നാട്ടുകാരും ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.